ആയിട്ട് നമ്മൾ ആദ്യം പോയത് പാളയം ഓർത്തഡോക്സ് പള്ളി. കുർബാനയൊക്കെ കൂടി കഴിഞ്ഞ് എന്തോ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഞാൻ മ്യൂസിയത്തിലേക്ക് നടന്നു. അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഷടപടയെ അങ്ങോട്ട് പോയി. അങ്ങനെ പോകാൻ കാരണക്കാരായ 2 വ്യക്തികൾ കൂടെ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. യൂട്യൂബിൽ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങാൻ 2 വെകിളികളെ കൂട്ടുപിടിച്ച കഥയായിരുന്നു. ഇവൾ ഐശ്വര്യ, പ്രായത്തിൽ ഏറ്റവും ഇളയത്. രണ്ടാമത്തേത് ജാനകി, നടുക്കഷ്ണം. വന്നപാടെ ജാനകിക്ക് ചായ കുടിക്കണം. ഇടം വലം നോക്കാതെ മുന്നിൽ കണ്ട ഒരു ചായക്കടയിൽ കൊണ്ടുപോയിട്ട് ജാനകി പറഞ്ഞു, ഇവിടുത്തെ ചായ കെങ്കേമമാണ്. പറഞ്ഞതിൽ തെറ്റില്ല സുഹൃത്തുക്കളെ, ചായ കെങ്കേമമായിരുന്നു. ഇവിടെയാണ് കഥ ആരംഭിക്കേണ്ടിയിരുന്നത്. പോഡ്കാസ്റ്റ് തികച്ചും എന്റെ തെറ്റ് മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ വളരെ വൈകിയിരുന്നു. ശരിക്കും ത്രികോണ മധ്യ മൂലബിന്ദു കുടുങ്ങി. ഇതായിരുന്നു എന്റെ ശരിക്കും ലുക്കട രീതിയിലെങ്കിലും ഒരു പോഡ്കാസ്റ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു വന്ന് ഞങ്ങൾക്ക് അതിന് പോലും കഴിഞ്ഞില്ല. അതായിരുന്നു ഇടയ്ക്കിടെ ഫുഡിന് മാത്രം നടന്നു. വിശുപ്പിന്റെ വിളികൾ ഇടയ്ക്കിടെ മാറ്റി വിളി. എങ്കിലും തോറ്റു കൊടുക്കാനുള്ള മനസ്സിലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഒരു ഡാൻസിന്റെ വീഡിയോ അങ്ങ് എടുത്താലോ. പക്ഷെ അപ്പോഴും പ്രകൃതി വില്ലൻ. സീരിയലിൽ പോലും കാണില്ല ഇത്ര വലിയ വില്ലൻ. കൃത്യസമയങ്ങളിൽ ഇടവിട്ട് വരുന്ന വിശപ്പിന്റെ വിളി വീണ്ടും പാവല്ലേ ഒരു കട്ട്ലേറ്റും കഴിച്ചു. പിന്നെ മഴയായി, മഴവെള്ളമായി, പൂക്കളായി, പുഷ്പങ്ങളായി. മഴ തോന്നുന്ന ലക്ഷണമില്ലെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാ പിന്നെ മഴയത്ത് തന്നെ ഡാൻസ് കളിച്ചേക്കാം. ഇങ്ങനെയാണ് ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷടപടയെന്ന് അങ്ങ് പോയത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ സന്ധ്യാകാലം നിന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് നേരെ അങ്ങ് വിട്ടു. അപ്പൊ നന്ദി, വീണ്ടും വരിക.